ജോൺ ഡെഡ് ബോഡി ഫോറസ്റ്റിൽ കണ്ട സത്യം ഗ്രാമവാസികളോട് തുറന്നു പറഞ്ഞു. അത് കേട്ടതോടെ നിവാര മുഴുവൻ ഭീതിയിൽ മുങ്ങി. ചിലർ ഗ്രാമം വിട്ടു പോകാൻ തീരുമാനിച്ചു. ചിലർ വാതിലുകൾ അടച്ച് വീട്ടിനുള്ളിൽ ഒളിച്ചു. ജെയ്ക്ക് എന്ന പേര് ഇനി ആരും ഉച്ചരിക്കില്ല. കാരണം അവനെ നേരിടാനുള്ള ധൈര്യം ആർക്കുമില്ല. അന്ന് രാത്രി ജോൺ മനസ്സിൽ പറഞ്ഞു, ഒന്നുകിൽ ഞാൻ അവൻ്റെ ഇരയാകും, അല്ലെങ്കിൽ അവനെ ഞാൻ തന്നെ പിടിക്കും. അടുത്ത ദിവസം രാത്രി 11 മണി. ജോൺ വീണ്ടും ഡെഡ് ബോഡി ഫോറസ്റ്റിലേക്ക് നടന്നു, കയ്യിൽ ആളുകളെ മയക്കുന്നൊരു മരുന്നുമായി. കാടിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ ജോണിന് തോന്നി തൻ്റെ പുറകിലൊരു നിഴൽ. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ജോൺ കണ്ണു തുറന്നപ്പോൾ അവൻ ജേക്കിൻ്റെ റൂമിലാണ്. ജോൺ ഒരു ഇരുമ്പ് ജയിൽ പോലുള്ള ബോക്സിനുള്ളിലാണ്. ഭയം അവനെ കീഴടക്കിയില്ല. ജേക്ക് മുറിയിലില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം ജോൺ പതുക്കെ ബോക്സിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അടുത്ത മുറിയിൽ ജേക്ക് ഉറങ്ങുകയായിരുന്നു, ചിരിയുടെ മുഖം. ജോൺ പതുക്കെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി. മയക്കുന്ന മരുന്ന് ജോൺ ജേക്കിൻ്റെ കഴുത്തിൽ കുത്തി. കുറച്ച് നിമിഷങ്ങൾക്കകം ജേക്കിൻ്റെ ബോധം നഷ്ടപ്പെട്ടു. ജോൺ ഉടൻ പോലീസിനെയും പത്രക്കാരെയും വിവരമറിയിച്ചു. പോലീസ് എത്തി. ജേക്ക് പിടിയിലായി. ഈ തവണ അവനെ അതീവ സുരക്ഷയുള്ള ജയിലിലേക്ക് മാറ്റി. ഒരിക്കൽ ജോണിനെ കളിയാക്കിയ നാട്ടുകാർ ഇപ്പോൾ അവൻ്റെ മുന്നിൽ തലകുന്നിച്ചു. അവരുടെ ജീവിതം രക്ഷിച്ചത് ജോൺ ആയിരുന്നു. നിവാര ഗ്രാമത്തിലെ ആളുകൾ പറയാൻ തുടങ്ങി, നമ്മളെ രക്ഷിച്ചത് ഈ ജോണാണ്. പിറ്റേ ദിവസത്തെ പത്രത്തിന്റെ മുൻപേജ് തന്നെ ജോണിനെ പറ്റിയായിരുന്നു. ജോൺ, ദ സ്മോൾ ഡിറ്റക്റ്റീവ് ഫ്രം നിവാര.